ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് അശ്വതി. പ്രധാന വാർത്തകൾ. വയനാട് പുനരധിവാസത്തിനായി എൽസ്റ്റൺ എസ്റ്റേറ്റിലെ ഭൂമി ഏറ്റെടുത്ത് സംസ്ഥാന സർക്കാർ. ടൌൺഷിപ്പിനുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു. നാടിന്റെ പൊതുവായ വികസനം കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ഉത്തരവാദിത്തമാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. കോഴിക്കോട് വടകര ജില്ലാ ആശുപത്രി കെട്ടിടത്തിന്റെ ശിലാസ്ഥാപനം മുഖ്യമന്ത്രി നിർവഹിച്ചു. വിഷു ഈസ്റ്റർ ആഘോഷങ്ങൾക്കൊരുങ്ങി മലയാളികൾ. സംസ്ഥാനത്ത് വിഷു വിപണികൾ സജീവം. പള്ളികളിൽ ഓശാന ഞായറിനുള്ള ഒരുക്കങ്ങൾ പൂർണ്ണം. കുതിച്ചുയർന്ന് സ്വർണ്ണവില. ഒരു പവന്റെ വില 70,000 രൂപ കടന്നു. ISL ഫുട്ബോൾ കലാശപ്പോരിൽ ഇന്ന് മോഹൻ ബഗാനും ബംഗളൂരു FCയും ഏറ്റുമുട്ടും. വാർത്തകൾ വിശദമായി. വയനാട് പുനരധിവാസത്തിനായി എൽസ്റ്റൺ എസ്റ്റേറ്റിലെ ഭൂമി ഏറ്റെടുത്ത് സംസ്ഥാന സർക്കാർ. ഭൂമിയിൽ ടൌൺഷിപ്പിനുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു. ഹൈക്കോടതി ഉത്തരവിന് പിന്നാലെ ഇന്നലെ തന്നെ 17 കോടി രൂപ സർക്കാർ കെട്ടിവച്ചിരുന്നു. അതേസമയം ആനുകൂല്യങ്ങൾ ലഭിച്ചില്ലെന്നാരോപിച്ച് എസ്റ്റേറ്റിലെ തൊഴിലാളികൾ പ്രതിഷേധവുമായി രംഗത്തെത്തി. നാടിന്റെ പൊതുവായ വികസനം കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ഉത്തരവാദിത്തമാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. കോഴിക്കോട് വടകര ജില്ലാ ആശുപത്രി കെട്ടിടത്തിന്റെ ശിലാസ്ഥാപനം നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. സംസ്ഥാനത്തിന്റെ ആരോഗ്യരംഗത്തെ നേട്ടങ്ങളെ പിന്നോട്ട് നയിക്കുന്ന അശാസ്ത്രീയ പ്രവണതകളായ വാക്സിനേഷൻ വിരുദ്ധ പ്രചരണവും പ്രസവ ചികിത്സയ്ക്കെതിരായ നീക്കവും സാമൂഹ്യ വിരുദ്ധതയാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. പരിപാടിയിൽ കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യൻ വിശിഷ്ട അതിഥിയായി. സംസ്ഥാനത്ത് ലഹരി വിരുദ്ധ ക്യാമ്പയിൻ ശക്തിപ്പെടുത്തുന്നതിന്റെ ഭാഗമായി മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നേതൃത്വത്തിൽ ഈ മാസം 16-ന് യോഗം ചേരും. 16-ന് രാവിലെ മതമേലധ്യക്ഷന്മാരുടെ യോഗവും വൈകിട്ട് സർവകക്ഷി യോഗവും നടക്കും. 2 യോഗങ്ങളും ഓൺലൈനായാണ് ചേരുക. സംസ്ഥാനത്തെ ആദ്യത്തെ അതിദാരിദ്ര്യമുക്ത നിയമസഭാ മണ്ഡലമായി കണ്ണൂർ ജില്ലയിലെ ധർമ്മടം. ഔദ്യോഗിക പ്രഖ്യാപനം നാളെ നടക്കും. വിശദാംശങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി KO ശശിധരൻ. പിണറായി, പെരളശ്ശേരി, ധർമ്മടം, മുഴപ്പിലങ്ങാട്, കടമ്പൂർ, ചെമ്പിലോട്, വേങ്ങാട്, അഞ്ചരക്കണ്ടി എന്നീ 8 പഞ്ചായത്തുകൾ ഉൾപ്പെട്ടതാണ് ധർമ്മടം മണ്ഡലം. ഈ പഞ്ചായത്തുകളെല്ലാം തന്നെ നേരത്തെ അതിദാരിദ്ര്യമുക്ത പഞ്ചായത്തായി പ്രഖ്യാപിച്ചിരുന്നു. മുഖ്യമന്ത്രി പിണറായി വിജയനാണ് മണ്ഡലത്തെ അതിദാരിദ്ര്യമുക്ത മണ്ഡലമായി പ്രഖ്യാപിക്കുക. മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി അധ്യക്ഷനാകും. MP-മാരും അതത് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാർ ഉൾപ്പെടെ ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥരും പ്രഖ്യാപന ചടങ്ങിൽ പങ്കെടുക്കും. കോഴിക്കോട് വില്യാപ്പള്ളി ഗ്രാമപഞ്ചായത്ത് ഡോക്ടർ KB മേനോൻ കുടുംബാരോഗ്യ കേന്ദ്ര കെട്ടിടം ഇന്ന് മന്ത്രി വീണ ജോർജ് ഉദ്ഘാടനം ചെയ്യും. ആധുനിക സൌകര്യമുള്ള കെട്ടിടത്തിൽ ഒരേ സമയം 10ഓളം പേർക്ക് ടെസ്റ്റ് നടത്താനുള്ള ലാബ്, ഫാർമസി, പരിശോധന മുറി, കാത്തിരിപ്പ് കേന്ദ്രം ഉൾപ്പെടെ സജ്ജീകരിച്ചിട്ടുണ്ട്. രാവിലെ 9 മുതൽ വൈകിട്ട് 6 മണിവരെയാണ് OP പരിശോധന. കേരളത്തിലെ ആദ്യ ബാറ്ററി എനർജി സ്റ്റോറേജ് പദ്ധതി യാഥാർത്ഥ്യമാകുന്നു. കാസർഗോഡ് മൈലാട്ടി 220 kV സബ്സ്റ്റേഷൻ പരിസരത്താണ് പദ്ധതി നടപ്പാക്കുന്നത്. 4 മണിക്കൂർ തുടർച്ചയായോ അല്ലാതെയോ വൈദ്യുതി ലഭ്യമാക്കാനാകുന്ന രാജ്യത്തെ ആദ്യ പദ്ധതിയാണിതെന്ന് മന്ത്രി K കൃഷ്ണൻകുട്ടി പറഞ്ഞു. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കാസർഗോഡ് ജില്ലാ പ്രതിനിധി P ജഗന്നിവാസൻ. പകൽ സമയത്ത് കുറഞ്ഞ വിലയ്ക്ക് സുലഭമായ വൈദ്യുതി ഉന്നത ശേഷിയുള്ള ബാറ്ററികളിൽ ശേഖരിച്ച് വൈദ്യുതി ഉപയോഗം കൂടിയ വൈകുന്നേരത്തെ പീക്ക് മണിക്കൂറുകളിൽ ലഭ്യമാക്കുന്നതിനുള്ള സംവിധാനമാണ് ബെസ് പദ്ധതി എന്ന ചുരുക്കപ്പേരിൽ അറിയപ്പെടുന്ന ബാറ്ററി എനർജി സ്റ്റോറേജ് സിസ്റ്റം. ഇത്തരം പദ്ധതികൾ വിജയകരമായി നടപ്പാക്കി പരിചയമുള്ള സോളാർ എനർജി കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയുമായി സഹകരിച്ചാണ് KCB ഈ പദ്ധതി നടപ്പാക്കുന്നത്. പദ്ധതി PPP മാതൃകയിൽ നടപ്പാക്കുന്നതിന്റെ കരാർ മന്ത്രി K കൃഷ്ണൻകുട്ടിയുടെ സാന്നിധ്യത്തിൽ KCB സോളാർ എനർജി കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയുമായി കൈമാറി. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് സെക്രട്ടേറിയറ്റിന് മുന്നിൽ രാപ്പകൽ സമരം നടത്തുന്ന ആശാപ്രവർത്തകർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് ഇന്ന് പൌരസംഗമം സംഘടിപ്പിച്ചു. ആശാപ്രവർത്തകർക്കൊപ്പം കുടുംബാംഗങ്ങളും വിവിധ സംഘടനാ പ്രതിനിധികളും പങ്കെടുത്തു. ആശാപ്രവർത്തകരുടെ സമരം ഇന്ന് 62ാം ദിവസത്തിലേക്ക് കടന്നു. കണ്ണൂർ മാങ്ങാട്ടുപറമ്പ് KAP 4-ാം ബറ്റാലിയനിൽ പരിശീലനം പൂർത്തിയാക്കിയ പോലീസ് സേനാംഗങ്ങളുടെ പാസിംഗ് ഔട്ട് പരേഡിൽ സംസ്ഥാന പോലീസ് മേധാവി ഷേഖ് ദർവേഷ് സാഹിബ് അഭിവാദ്യം സ്വീകരിച്ചു. ജനങ്ങളുടെ ആവശ്യങ്ങൾക്ക് പ്രഥമ പരിഗണന നൽകേണ്ടത് ജനമൈത്രി പോലീസിന്റെ പ്രധാന കടമയാണെന്ന് അദ്ദേഹം പറഞ്ഞു. 447 പേരാണ് പരിശീലനം പൂർത്തിയാക്കി പരേഡിൽ പങ്കെടുത്തത്. കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപിയുടെ തൃശൂരിലെ ഓഫീസിലേക്ക് യൂത്ത് കോൺഗ്രസ് പ്രതിഷേധ മാർച്ച്. ജബൽപൂരിൽ മലയാളി വൈദികൻ ഉൾപ്പെടെ ആക്രമിക്കപ്പെട്ട സംഭവത്തിൽ കേന്ദ്ര സഹമന്ത്രി മൌനം അവലംബിക്കുന്നുവെന്ന് ആരോപിച്ചാണ് മാർച്ച്. സമരക്കാർക്ക് നേരെ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും AR News_TVM X ഹാൻഡിലും ലഭ്യമാണ്. പാലക്കാട് മീങ്കരയ്ക്ക് സമീപം ട്രെയിനിടിച്ച് 17 പശുക്കൾ ചത്തു. ഇന്ന് രാവിലെ റെയിൽവേ പാളം മുറിച്ച് കടക്കുന്നതിനിടെയാണ് അപകടമുണ്ടായത്. ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം അവതരിപ്പിക്കുന്ന പ്രത്യേക പരിപാടിയായ നല്ല വാർത്ത എല്ലാ ശനിയാഴ്ചയും വൈകുന്നേരം 6:40. ഇന്ന് 6:30 പ്രാദേശിക വാർത്തകൾക്ക് ശേഷം നല്ല വാർത്ത കേൾക്കാവുന്നതാണ്.
വേനൽക്കാലത്തെ വൈദ്യുത സുരക്ഷ കണക്കിലെടുത്ത് സംസ്ഥാന വൈദ്യുതി വകുപ്പ് മാർഗനിർദ്ദേശങ്ങൾ പുറത്തിറക്കി. തീപിടിക്കാൻ സാധ്യതയുള്ള വസ്തുക്കൾ വൈദ്യുത ഉപകരണങ്ങളുടെ സമീപം വയ്ക്കരുത്. വൈദ്യുതി ലൈനിന് കീഴിലായി ചവറുകൾക്ക് തീയിടാതിരിക്കുക. വൈദ്യുതി ലൈനിന് സമീപമുള്ള വൃക്ഷങ്ങളിൽ നിന്നും ഇരുമ്പ് തോട്ടി, ഏണി എന്നിവ ഉപയോഗിച്ച് പഴങ്ങൾ അടർത്താതിരിക്കാൻ ശ്രദ്ധിക്കേണ്ടതാണ്. നാളെ ഓശാന ഞായർ. യേശുക്രിസ്തുവിന്റെ ജെറുസലേം പ്രവേശനത്തിന്റെ സ്മരണകളിൽ ദേവാലയങ്ങളിൽ പ്രത്യേക പ്രാർത്ഥനകളും കുരുത്തോല പ്രദക്ഷിണവും നടക്കും. ഇതോടെ വിശുദ്ധവാരത്തിന് നാളെ തുടക്കമാകും. സംസ്ഥാനത്ത് വിഷു വിപണികൾ സജീവം. വിഷുവിന്റെ വരവറിയിച്ച് വഴിയോരങ്ങളിൽ കണിക്കൊന്നകൾ നേരത്തെ തന്നെ വിരിഞ്ഞു കഴിഞ്ഞു. കണി ഒരുക്കാനും സദ്യവട്ടങ്ങൾക്കുമുള്ള സാധനങ്ങൾ വാങ്ങാൻ വിപണികളിൽ തിരക്കേറി. വിഷുക്കണിയിൽ പ്രധാനമായ കണിവെള്ളരി ഉൾപ്പെടെ വിളവെടുക്കുന്ന തിരക്കിലാണ് കർഷകർ. ചേർത്തലയിലെ വിഷു വിളവെടുപ്പിന്റെ വിശേഷങ്ങളുമായി ആകാശവാണി ആലപ്പുഴ ജില്ലാ പ്രതിനിധി ആർ രവികുമാർ. മകരക്കൊയ്ത്തിന് ശേഷം വയലുകളിൽ ഇടവിളയായി വെള്ളരി വർഗ്ഗങ്ങൾ കൃഷി ചെയ്ത് വിഷുക്കാലത്തെ വിപണനം നടത്തി ഉപജീവനം നടത്തുന്ന നൂറുകണക്കിന് കർഷകരാണ് ചേർത്തല താലൂക്കിലുള്ളത്. വെള്ളരിയും മത്തനും തണ്ണിമത്തനും മറ്റ് പച്ചക്കറികളും കൃഷി ചെയ്ത കർഷകർക്ക് ഇത്തവണ മികച്ച വിളവാണ് ലഭിച്ചത്. ഉൽപ്പന്നങ്ങൾക്കെല്ലാം നല്ല വില കിട്ടുന്നുണ്ട്. കണിവെള്ളരിക്ക് 20 മുതൽ 30 രൂപ വരെ വില കിട്ടുന്നു. നാടൻ പച്ചക്കറി കൃഷിക്ക് പേരുകെട്ട കഞ്ഞിക്കുഴിയിലെ കർഷകർ വെള്ളരിയും മത്തനും കണിക്കൊന്നയും കൃഷ്ണവിഗ്രഹവും ഒക്കെ ചേർത്ത് കണിക്കിറ്റായിട്ടാണ് വിൽപ്പന. വിഷുക്കാലത്തെ യാത്രക്കാരുടെ തിരക്ക് കണക്കിലെടുത്ത് ബംഗളൂരു SMVT സ്റ്റേഷനിൽ നിന്ന് എറണാകുളം വരെയും തിരിച്ചും പ്രത്യേക ട്രെയിൻ സർവീസ് ഏർപ്പെടുത്തി. ദക്ഷിണ റെയിൽവേ ഇന്ന് വൈകിട്ട് SMVT ബംഗളൂരുവിൽ നിന്നും സർവീസ് ആരംഭിക്കും. തിരിച്ച് ഈ മാസം 14-ന് എറണാകുളത്ത് നിന്ന് സർവീസ് നടത്തുന്ന രീതിയിലാണ് ക്രമീകരണം. ഇന്ത്യൻ സൂപ്പർ ലീഗ് ഫുട്ബോൾ 11ാം സീസണിന്റെ ഫൈനൽ ഇന്ന്. കലാശപ്പൂരിൽ കരുത്തരായ മോഹൻ ബഗാനും ബംഗളൂരു FCയും ഏറ്റുമുട്ടും. കൊൽക്കത്ത സാൾട്ട് ലേക്ക് സ്റ്റേഡിയത്തിൽ രാത്രി 7:30-നാണ് മത്സരം. IPL ക്രിക്കറ്റിൽ ഇന്ന് 2 മത്സരങ്ങൾ. വൈകുന്നേരം 3:30-ന് ലക്നൌവിൽ നടക്കുന്ന ആദ്യ മത്സരത്തിൽ ലക്നൌ സൂപ്പർ ജയന്റ്സ് ഗുജറാത്ത് ടൈറ്റൻസിനെ നേരിടും. രാത്രി 7:30-ന് നടക്കുന്ന രണ്ടാം മത്സരത്തിൽ സൺറൈസേഴ്സ് ഹൈദരാബാദ് പഞ്ചാബ് കിങ്സുമായി ഏറ്റുമുട്ടും. സ്വർണ്ണവില കുതിക്കുന്നു. ഒരു പവന്റെ വില 70,000 രൂപ കടന്നു. ഗ്രാമിന് 25 രൂപ കൂടി 8,770 രൂപയും പവന് 200 രൂപ വർദ്ധിച്ച് 70,160 രൂപയുമാണ് ഇന്നത്തെ വില. സ്വർണ്ണാഭരണത്തിന്റെ പരിശുദ്ധി രേഖപ്പെടുത്തുന്ന ഹോൾമാർക്കിംഗ് സംവിധാനം രാജ്യത്ത് നിലവിൽ വന്നിട്ട് 25 വർഷം പൂർത്തിയായി. 2000 ഏപ്രിൽ 11-നാണ് ആദ്യ ഹോൾമാർക്കിംഗ് മുദ്ര പതിപ്പിച്ചത്. കേരളത്തിൽ ഇടിമിന്നലോട് കൂടിയ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കേരള തീരത്ത് ഇന്ന് രാത്രി 11:30 വരെ കടലാക്രമണത്തിന് സാധ്യത. ആലപ്പുഴ തീരത്ത് നാളെ ഉച്ചവരെയും കടലാക്രമണത്തിന് സാധ്യതയുണ്ടെന്ന് ദേശീയ സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം അറിയിച്ചു. ശക്തമായ മഴയിൽ വെള്ളക്കെട്ട് രൂപപ്പെട്ടതോടെ കൊല്ലം കൊട്ടിയത്ത് ദേശീയപാതയിൽ ഗതാഗതം തടസ്സപ്പെട്ടു. രാത്രിയും വെള്ളക്കെട്ടിലൂടെ കടന്നുപോകാൻ ശ്രമിച്ച KSRTC ബസ് തകരാറിലായി. ജലനിരപ്പ് കുറഞ്ഞതോടെ രാവിലെ ഗതാഗതം ഭാഗികമായി പുനഃസ്ഥാപിച്ചിരുന്നു. UPSC പരീക്ഷ പ്രമാണിച്ച് നാളത്തെ കൊച്ചി മെട്രോ സർവീസ് നേരത്തെയാക്കി. രാവിലെ 7 മണി മുതൽ ആലുവയിൽ നിന്നും തൃപ്പൂണിത്തുറയിൽ നിന്നും സർവീസ് ആരംഭിക്കും. തിരുവനന്തപുരം അമ്പലമുക്ക് പരുത്തിപ്പാറ റോഡിൽ ടാറിംഗ് നടക്കുന്നതിനാൽ ഇന്ന് മുതൽ ഈ മാസം 18 വരെ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തി. പരുത്തിപ്പാറയിൽ നിന്നും അമ്പലമുക്കിലേക്ക് പോകുന്ന വാഹനങ്ങൾക്ക് ഭാഗിക നിയന്ത്രണവും അമ്പലമുക്കിൽ നിന്ന് പരുത്തിപ്പാറയിലേക്ക് പോകുന്ന വാഹനങ്ങൾക്ക് പൂർണ്ണ ഗതാഗത നിരോധനവുമാണ് ഏർപ്പെടുത്തിയത്. അമ്പലമുക്കിൽ നിന്നും വരുന്ന വാഹനങ്ങൾ വലിയകട വഴി തിരിഞ്ഞു പോകണമെന്ന് അസിസ്റ്റന്റ് എഞ്ചിനീയർ അറിയിച്ചു. കൊല്ലം ചടയമംഗലത്ത് കഴിഞ്ഞ ദിവസം നടത്തിയ പരിശോധനയിൽ സൂപ്പർ മാർക്കറ്റിനുള്ളിലെ ഷെഡിൽ സൂക്ഷിച്ച 700 കിലോയോളം വരുന്ന നിരോധിത ലഹരി വസ്തുക്കൾ കണ്ടെടുത്തു. എക്സൈസ് റേഞ്ച് ഇൻസ്പെക്ടർ രാജേഷിന്റെ നേതൃത്വത്തിൽ നടത്തിയ റെയ്ഡിലാണ് 10 ലക്ഷം രൂപയോളം വില മതിക്കുന്ന ലഹരി വസ്തുക്കൾ പിടിച്ചെടുത്തത്. കടയ്ക്കൽ മുക്കുന്നം സ്വദേശി സിയാദ് എന്ന വ്യക്തിയുടെ ഉടമസ്ഥയിലുള്ള സൂപ്പർ മാർക്കറ്റിൽ നിന്നാണ് ലഹരി പിടിച്ചത്. കണ്ണൂർ പാപ്പിനിശ്ശേരിയിൽ 5.5 കിലോ കഞ്ചാവുമായി 2 ഉത്തർപ്രദേശ് സ്വദേശികൾ പോലീസ് പിടിയിലായി. സുശീൽ കുമാർ ഗിരി, രാംരഥൻ സഹനി എന്നിവരെയാണ് വളപട്ടണം പോലീസ് പിടികൂടിയത്. കാസർഗോഡ് LBS എഞ്ചിനീയറിംഗ് കോളേജിലെ ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് വിഭാഗത്തിന് NBA അക്രഡിറ്റേഷൻ. കഴിഞ്ഞ ഫെബ്രുവരിയിൽ നടന്ന വിദഗ്ധ സംഘം ഇലക്ട്രിക്കൽ വിഭാഗത്തിന്റെ പ്രവർത്തനങ്ങൾ വിലയിരുത്തിയിരുന്നു. വിവിധ പ്രോജക്ടുകളിലെയും പാഠ്യേതര പരിപാടികളിലെയും വിദ്യാർത്ഥികളുടെ പങ്കാളിത്തം പ്രത്യേക ശ്രദ്ധ നേടിയിരുന്നു. 2024-25 അധ്യയന വർഷത്തെ സ്നേഹപൂർവ്വം പ്രതിമാസ ധനസഹായ പദ്ധതിക്ക് അപേക്ഷിക്കാനുള്ള തീയതി ഈ മാസം 30 വരെ നീട്ടി. സംസ്ഥാന സാമൂഹ്യ സുരക്ഷാ മിഷൻ വിദ്യാർത്ഥികൾക്കായി നടപ്പാക്കുന്ന പദ്ധതിയാണ് സ്നേഹപൂർവ്വം. പ്രധാന വാർത്തകൾ വീണ്ടും. വയനാട് പുനരധിവാസത്തിനായി എൽസ്റ്റൺ എസ്റ്റേറ്റിലെ ഭൂമി ഏറ്റെടുത്ത് സംസ്ഥാന സർക്കാർ. ടൌൺഷിപ്പിനുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു. നാടിന്റെ പൊതുവായ വികസനം കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ഉത്തരവാദിത്തമാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. കോഴിക്കോട് വടകര ജില്ലാ ആശുപത്രി കെട്ടിടത്തിന്റെ ശിലാസ്ഥാപനം മുഖ്യമന്ത്രി നിർവഹിച്ചു. വിഷു ഈസ്റ്റർ ആഘോഷങ്ങൾക്കൊരുങ്ങിയ മലയാളികൾ. സംസ്ഥാനത്ത് വിഷു വിപണികൾ സജീവം. പള്ളികളിൽ ഓശാന ഞായറിനുള്ള ഒരുക്കങ്ങൾ പൂർണ്ണം. കുതിച്ചുയർന്ന് സ്വർണ്ണവില. ഒരു പവന്റെ വില 70,000 രൂപ കടന്നു. ISL ഫുട്ബോൾ കലാശപ്പൂരിൽ ഇന്ന് മോഹൻ ബഗാനും ബംഗളൂരു FCയും ഏറ്റുമുട്ടും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.